കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 60ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖ സഭയെക്കുറിച്ചുള്ള കൗൺസിലായിരുന്നു. ആ കൗൺസിലിൽ എങ്ങനെയാണ് മുൻ കൗൺസിലുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന വിഷയമാണ്. വ്യത്യസ്തമായിരിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് സഭാദർശനവും സഭാ ചൈതന്യവും പ്രകടമാക്കുന്ന കൗൺസിലായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. മുൻ കൗൺസിലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സഭയുടെ സ്വഭാവവും സഭയുടെ ദൗത്യവുമൊക്കെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പ്രകടമായതുപോലെ പ്രകടമാക്കാനായിട്ട് ശ്രമിച്ച കൗൺസിലുകൾ പലതുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒന്നാം വത്തിക്കാൻ കൗൺസിൽ, ഒന്നാം വത്തിക്കാൻ കൗൺസിൽ, ത്രന്തോസ് സൂനകദോസ് ഇവയൊക്കെ സഭയുടെ ദർശനത്തെ ചർച്ച വിഷയമാക്കി. എന്നാൽ സഭയുടെ ചൈതന്യം ഇതുപോലെ വ്യക്തമായിട്ട് പ്രകടമാക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെയും ത്രന്തോസ് സൂനകദോസിൻ്റെയും തുടർച്ചയായിട്ട് ഒരുപക്ഷെ വേണമെങ്കിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കാണാനായിട്ട് സാധിക്കും. ഒന്നാം വത്തിക്കാൻ കൗൺസിലാണെങ്കിൽ അപ്രമാദിത്വ സ്വഭാവം, മാർപ്പാപ്പായുടെ അപ്രമാദിത്വ വരം, അതായിരുന്നു ഒരു പ്രധാന ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ സഭയിൽ ഒരുപാട് പേര് സഭയുടെ ദർശനത്തോട് യോജിക്കാതെ സഭയിൽ നിന്ന് പിണങ്ങിപ്പോയി. പുതിയൊരു സഭ തന്നെ ഉണ്ടായതിന് ശേഷം ത്രന്തോസ് സൂനകദോസ് ആണെങ്കിലും നവീകരണ ശ്രമങ്ങളായിരുന്നു ത്രന്തോസ് സൂനകദോസിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കോൺസ്റ്റൻസിലെ കൗൺസിൽ ശിഷ്യമയ്ക്കെതിരായ കൗൺസിലായിരുന്നു. ബാസൽ, ഫെറാറ, ഫ്ലോറൻസ്, റോം തുടങ്ങിയ കൗൺസിലാണെങ്കിൽ നവീകരണ കൗൺസിലുകളായിരുന്നു, ലാറ്ററൻ കൗൺസിലും. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടെന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനോടുകൂടി ചേർന്നുകൊണ്ട് തന്നെ സഭാദർശനം വ്യക്തമാക്കുന്ന കൗൺസിലായിരുന്നു. ഈ സഭാദർശനം ഒരു നവമായ ദർശനമായിട്ട് സഭാവിശ്വാസികൾ തോന്നിയതുകൊണ്ട് ഈ കൗൺസിൽ സഭയിൽ ചൈതന്യവും ഉണർവും ഉന്മേഷവും വളർത്തി. സഭാദർശന കൗൺസിലായ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭാംഗങ്ങളുടെ കൗൺസിൽ, വിശ്വാസികളുടെ കൗൺസിൽ, വിശ്വാസികൾക്ക് വേണ്ടിയുള്ള കൗൺസിൽ, വിശ്വാസികളെ ശക്തിപ്പെടുത്തിയ കൗൺസിൽ, വിശ്വാസികളെ ഉണർവുള്ളവരാക്കിയ കൗൺസിൽ എന്ന് പറയാനായിട്ട് സാധിക്കും.